ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 10 രാത്രികളും അതുപോലെ തന്നെ 11 പകലുകളുമായിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികൾ കുറച്ചുപേര് വാശിക്കാരുണ്ട്, കുറച്ചുപേര് എനിക്ക് തോന്നുന്നു ഭയങ്കര ആവേശത്തില്ല. നമ്മൾ ആചാര്യൻ എഴുതുന്നതിന് മുമ്പ് തന്നെ എടുത്തു തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് വിവേകമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരായിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അതും പ്രത്യേകിച്ച് പൂജപ്പുര ഈ സരസ്വതി മണ്ഡപത്തിൽ വന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യവും സന്തോഷമുള്ള കാര്യം. എല്ലായ്പ്പോഴും വരാറുണ്ട്? ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ബാക്കി സാധാരണ ഇത് പത്രങ്ങളിലേക്ക് 12 കൊല്ലമായിട്ട് എഴുത്തിന് നിൽക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ, അതായത് കലാ സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭർ കുട്ടികളെ അക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എല്ലായ്പ്പോഴും നമ്മളത് കാണുന്ന കാഴ്ച തന്നെയാണ്. ശശി തരൂർ എംപിയൊക്കെ തന്നെ എല്ലായ്പ്പോഴും പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തുകയും കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. എന്തായാലും വളരെ സന്തോഷവും കൗതുകവും ഒക്കെ തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വിദ്യാരംഭ ദിനമെന്ന് പറയുന്നത്. പല കുട്ടികളുടെയും മുഖത്ത് പല ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടി തങ്ങളുടെ ആദ്യാക്ഷരം അത് എഴുതി മടങ്ങുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ചിലർ എന്താണ് എന്ന് പോലും അറിയാതെ ഇങ്ങനെ ഗുരുക്കന്മാരുടെ മടിയിൽ ഇരുന്ന് അമ്മമാരും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട് ഇരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതി മടങ്ങിപ്പോകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അരിയിൽ ഹരിശ്രീ എഴുതുന്ന ഒരു കുഞ്ഞ് മോനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവൻ എന്താണ് എഴുതുന്നതെന്നോ എന്താണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ ഒന്നും അവന് അറിയില്ല. പക്ഷേ ഗുരു പറയുന്നത് പോലെ അല്ലെങ്കിൽ അമ്മ അടുത്തിരുന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം നാവിൽ സ്വർണം കൊണ്ട് എഴുതും. ഇന്ന് ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഈ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഭ ചടങ്ങുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അതിരാവിലെ ക്ഷേത്ര നടയിൽ വെച്ചിരുന്ന പൂജവെപ്പ് എടുത്തതോടു കൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആരംഭമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. കൂടാതെ ഈ അമ്പലത്തിൽ പുസ്തകങ്ങളൊക്കെ തന്നെ പൂജ വെക്കുന്നവരുണ്ട്. മറുവശത്ത് അത്തരത്തിൽ വെച്ച തങ്ങളുടെ പുസ്തകങ്ങളൊക്കെ തന്നെ ആയുധങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാൻ ഉള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി തന്നെ സംഗീത വിദ്യാരംഭം, നൃത്ത വിദ്യാരംഭം ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലൊക്കെ തന്നെ എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നത്. ഇവിടെ മാത്രമല്ല, ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ അതിവിപുലമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഒരു